വേമ്പനാട് കായൽ ഇവിടുന്ന് ഇളക്കി അങ്ങ് അമേരിക്കയെ കൊണ്ടു കൊടുത്താൽ ഒരു $100 ബില്യൺ ബിസിനസ്സാണ്, അല്ലെങ്കിൽ യൂറോപ്പിൽ കൊണ്ടു കൊടുത്തത്. ഞാൻ ഇവിടെ ആലപ്പുഴ കളക്ടറായിട്ട് വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം മാർച്ച് മാസം 16-ാം തീയതിയാണ് ജോയിൻ ചെയ്തത്. ഇലക്ഷൻ്റെ തലേദിവസം ഡിക്ലറേഷൻ തലേദിവസം ആ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജൂൺ മാസത്തോട് ശേഷം ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണമെന്ന് മനസ്സിൽ തോന്നുകയും ചില ആശയങ്ങളൊക്കെ എൻ്റെ സീനിയേഴ്സും എനിക്ക് മുന്നോട്ടിരുന്ന കളക്ടേഴ്സുകളൊക്കെ ചെന്ന് ഡിസ്കസ് ചെയ്ത സമയത്ത് അപ്പോൾ കിട്ടിയ അനുഭവം, തീർച്ചയായിട്ടും എന്തെങ്കിലും ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, ഞാനൊരു സിവിൽ എഞ്ചിനീയർ എന്നറിയില്ല, തീർച്ചയായിട്ടും എന്തെങ്കിലും കുട്ടനാടിന് വേണ്ടി ചെയ്യണമെന്നൊരു മനസ്സിൽ ഒരു തോന്നലുണ്ടാവുകയും അപ്പോൾ അങ്ങനെ ഒരു ആശയം മുൻനിർത്തിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഏകദേശം 55,000 ഹെക്ടറോളം സ്ഥലം കൃഷി ചെയ്യുന്നൊരു ഭൂപ്രദേശമാണ് കുട്ടനാട്. നമുക്ക് ഗ്ലോബലി ഇമ്പോർട്ടൻ്റ് അഗ്രികൾച്ചർ ഹെറിറ്റേജ് സൈറ്റ് GIHS ടാഗ് കിട്ടി. ലോകത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ 3 സ്ഥലങ്ങൾ മാത്രമേ GIHS ടാഗ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഗ്ലോബൽ ഇമ്പോർട്ടൻ്റ് അഗ്രികൾച്ചർ ഹെറിറ്റേജ് സൈറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ ഇവിടെ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്കൊക്കെ വളരെ മാതൃകാപരമായിട്ടും വലിയൊരു മാന്യതയും വലിയൊരു പ്രൈസ് ടാഗിങ് ഒക്കെ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളുടെ ഒരു നെൽമണി അരി പോലും നമുക്ക് ഈ 55,000 ഹെക്ടർ സ്ഥലത്തുള്ളത് പാർട്ട് നമുക്ക് കയറ്റി അയക്കാനോ അതിൻ്റെ ഒരു പ്രയോജനം കുട്ടനാട്ടിലെ കർഷകർക്ക് കിട്ടാനോ അത് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഫിഷറി സെക്ടർ, അതോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസം മേഖല തീർച്ചയായിട്ടും വലിയ വളർച്ചകൾ സാധ്യമായിട്ടുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട തിരുമേനി സൂചിപ്പിച്ച മാതിരി ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ആശയം ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടനാട് റൈസ് എന്നൊരു പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലോട് സൂചിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി വ്യക്തത ഉണ്ടാവാൻ നമ്മുടെ SP കോളേജിലെ അന്ന് ഫാദർ റജി കുര്യൻ ഉണ്ടായിരുന്നു, അതോടൊപ്പം ഡോക്ടർ മാത്യു ജോസഫ്, ഇവിടെയൊക്കെ ഒരു വലിയ ടീം നമ്മളായിട്ട് ചില ആശയവിനിമയങ്ങൾ നടത്തുകയും അതിനാവശ്യമായ നിർദ്ദേശം ക്രമീകരണം ചെയ്ത് അതിൻ്റെ ഒരു സമഗ്രമായ റിപ്പോർട്ട് നൽകാൻ സാധിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അതും വെളിച്ചം കണ്ടില്ല. അതിന് ഞാൻ ഫണ്ടിങ് ക്രമീകരണങ്ങളൊക്കെ കിട്ടാനിരുന്ന സോഴ്സുകളൊക്കെ അവസാനം നിരാകരിക്കപ്പെടുന്നൊരവസ്ഥയാണ്. നമ്മളോടൊക്കെ ഒരു മുഖം അടയ്ക്കുന്നൊരു അവസ്ഥയാണ്. എന്നിരുന്നാൽ തന്നെയും ഇത് ഗവൺമെൻറ് തലത്തിലൊക്കെ ചില ചർച്ചകൾക്കൊക്കെ വഴി വയ്ക്കാൻ തീർച്ചയായിട്ടും സാധിച്ചു. നമ്മുടെ ഒരു കൃത്യമായിട്ട് റൈസ് ബ്രാൻഡ് ആലപ്പുഴ നമ്മുടെ കുട്ടനാടിനെ സംബന്ധിച്ചോളം നമുക്ക് ഏകദേശം 55,000 ഹെക്ടർ സ്ഥലത്ത് കൃഷി, പുഞ്ചകൃഷി ഉൾപ്പെടെ രണ്ടാം കൃഷി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് നമുക്ക് റൈസ് ബ്രാൻഡിങ് തീർച്ചയായിട്ടും നടത്തിക്കൂടാ? അവിടെ ഒരു വലിയ സാധ്യതയാണ്. അപ്പോൾ നമ്മൾ ഈ GIHS ടാഗ് കിട്ടിയ ഇന്ത്യയിൽ 2 സ്ഥലങ്ങളൂടെ ഉള്ളത്, ഒന്ന് നമ്മുടെ കൊരാപ്പുട്ട് ട്രഡീഷണൽ ഫാമിങ് ഒറീസയിലാണ്, അതോടൊപ്പം തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ കുങ്കുമം. അപ്പോൾ ഇതിനൊക്കെ വലിയൊരു സാധ്യതകൾ അവർ കണ്ടെത്തി. കൊരാപ്പുട്ടിൽ അവിടെ ടൗണിൽ ചെന്നാൽ തന്നെ വലിയൊരു GIHS ടാഗ്ഡ് വില്ലേജ് എന്ന് പറയുകയും അവിടുത്തെ പ്രോഡക്ട്സുകളൊക്കെ വലിയ ഇമ്പോർട്ടൻസ് നൽകി ഒരു പക്ഷേ നമ്മുടെ എന്തോ നിർഭാഗ്യവശാൽ നമുക്കൊന്നും അതിനകത്തോട്ട് കടക്കാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇത്തരണത്തിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കാലിക പ്രശ്നം ബഹുമാനപ്പെട്ട തിരുമനസ്സോട് സൂചിപ്പിക്കുകയുണ്ട്. ഇത് രാഷ്ട്രീയ വേദിയാക്കി മാറ്റാതെ കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ എടുത്തറിയാൻ മനസ്സിലാക്കാനും അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സൊല്യൂഷൻ നൽകാനാണ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞ ഒരു 6-7 മാസം കൊണ്ട് ഞാനും ഒരു ചെറിയ തോതിലെങ്കിലും ചെയ്തു വരുന്നൊരു പ്രയത്നം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള എന്താണ് കുട്ടനാട് എങ്ങനെ ഭൂപ്രകൃതി ഉണ്ടായി എന്നൊക്കെ ഒരു ചർച്ച തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ഒരു മനസ്സിലാക്കുന്നത് കൂടി നല്ലതായിരിക്കും പ്രദേശം. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ കടൽ ആയിരുന്നു. ചങ്ങനാശ്ശേരി, ചേരി പ്രദേശങ്ങൾ, തുരുത്തി എന്നൊക്കെ പ്രദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ കടലിനോട് ചേർന്ന പ്രദേശങ്ങൾ. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ ഒരു കടലിലൂടെ നിന്ന് ഇറങ്ങിപ്പോയി ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആലപ്പുഴ കേന്ദ്രീകരിച്ചൊരു 10 ചവറ തൊട്ട് വടക്കോട്ടൊരു വലിയ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ഫോം ചെയ്യും. അതിനിപ്പുറത്ത് വെള്ളക്കെട്ടായിട്ട് മാറിയും, വേമ്പനാട് കായലായിട്ട് മാറിയും, അതിനപ്പുറം കടലായിട്ട് മാറിയും സെപ്പറേഷനൊക്കെ ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ശേഷം വളരെ നമുക്ക് 6ഓളം നദികൾ ഇതിലോട്ട് വന്ന് ചേരുന്നുണ്ട്. പമ്പ ഉൾപ്പെടെ, മണിമല, അച്ചൻകോവിൽ, പെരിയാറ്, മൂവാറ്റുപുഴയൊക്കെ ഈ 6ഓളം നദികളിലൊക്കെയുണ്ട്. ഈ നദികളാൽ സമ്പുഷ്ടമാക്കിയ ഒരു സ്ഥലമാണ് കുട്ടനാട്. അത് നദികളിൽ നിന്ന് എക്കലും കരയൊക്കെ അടിഞ്ഞിട്ടാണ് ഈ ഒരു പ്രദേശം ഉണ്ടായത്. എല്ലാ വർഷാവർഷം നമുക്കൊരു വലിയൊരു എക്കൽ പ്രളയം തന്നെ തീർച്ചയായിട്ടും ഇവിടുന്ന് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഒരു കണക്ക് പ്രകാശം ആവറേജ് ഒരു വർഷം വേമ്പനാട് കായലിൽ ഏകദേശം ഒരു 5 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നമ്മുടെ ഒരു വിഷയക്കൂട്ടം പിന്നെ 2018-19 ഫ്ലഡ് കാലഘട്ടത്തൊക്കെ അതിലുപരി ഒരു 15 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ ഒക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ ചില പഠനങ്ങളൊക്കെ എടുത്ത് മനസ്സിലാക്കിയ സമയത്ത് 1930 അപേക്ഷിച്ച് വേമ്പനാട് കായലിൻ്റെ ഡെപ്ത് ഏകദേശം 4-1 കുറഞ്ഞു. ഏകദേശം പണ്ട് 10 മീറ്റർ ഉണ്ടായിരുന്ന ഭാഗത്ത് ഇപ്പോൾ 2.5 മീറ്റർ അടിച്ചു വരുന്നു. അപ്പോൾ ഇതെല്ലാം എക്കലടിഞ്ഞ് കിടക്കണം. അപ്പോൾ അതിൻ്റെ തദ്വാര എന്താ സംഭവിച്ചാൽ കായലിൻ്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി 4-1. ഒരുപക്ഷെ 1930 100 ലിറ്ററാണ് ഇത് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ അത് 25 ലിറ്ററായിട്ട് മാറിയിരിക്കുകയാണ്. 75 ലിറ്റർ ഭാഗത്ത് നമുക്ക് ഈ കാണും. എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത്? നമുക്കൊരു അറിയാം, ഫ്ലാഷ് ഫ്ലഡ് നമുക്കറിയാം. നമ്മുടെ ഒരു കാലഘട്ടത്തിൽ കണ്ടുപോകാൻ ഫ്ലാഷ് ഫ്ലഡ്സ് നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 2025 ഒരു മൺസൂൺ സീസൺ പരിശോധിക്കുകയാണെങ്കിൽ മെയ് മാസം 24-ാണ് നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആലപ്പുഴയിൽ കേരളത്തിൽ ആരംഭിച്ചത്. മെയ് 24 ഓഗസ്റ്റ് മാസം 15-ാം തീയതി എടുത്ത് ഓഗസ്റ്റ് മാസം 85-90 ദിവസങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 5 പ്രാവശ്യം കുട്ടനാട് ഫ്ലഡിങ് ഉണ്ടായി.
അപ്പം എന്താണ് സംഭവിച്ചത്? നമുക്കുള്ള ഈ താഴ്ന്ന പ്രദേശങ്ങൾ AC റോഡിൽ നിന്ന് ഇവിടുന്ന് ആലപ്പുഴയോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ഏകദേശം 20-24 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ AC റോഡിൻ്റെ പ്രാഥമിക ഭാഗത്ത് നമുക്ക് അതിൽ നമ്മുടെ മുട്ടാർ ഉൾപ്പെടെ പിന്നെ കാവാലം ഉൾപ്പെടെ മങ്കമ്പ് ഉൾപ്പെടെ പുളിങ്കുന്ന് ഉൾപ്പെടെ ഈ സ്ഥലങ്ങളിലെല്ലാം വലിയ ഫ്ലഡിങ്ങാണ്. പക്ഷേ എന്നാൽ ഇത് വടക്കോട്ട് നമ്മൾ പടിഞ്ഞാറോട്ട് ചെന്നാൽ നെടുമുടി പള്ളാത്തുരുത്തി സ്ഥലങ്ങളിൽ നിന്ന് വെള്ളമില്ല. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമാകുന്നില്ല. ഇവിടെ വെള്ളം ഇവിടെ ഒഴുകിപ്പിടണം. അതിൻ്റെ മെയിൻ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ ലാൻഡ് സബ്സിഡൻസിനെ പറ്റി പറയും. ലാൻഡ് ഇരുത്തുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഈ മുട്ടാറിലൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് മണിമലയാറ്റിൽ നിന്ന് പെട്ടെന്ന് മണിമലയാറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഫ്ലാഷ് ഫ്ലഡിംഗ് ആണ്. 5 മുതൽ 10 വരെ അടികൾ പെട്ടെന്ന് വെള്ളം ഉയരാൻ സാധിക്കും. ഈ മുട്ടാർ പഞ്ചായത്തിൻ്റെ അതിൻ്റെ ഘടന ഒരു ചരിവ് തിരിഞ്ഞായതുകൊണ്ട് വെള്ളം ഫ്ലഡ് ചെയ്ത് പെട്ടെന്ന് അങ്ങോട്ട് പോകും. പക്ഷേ തിരിച്ചൊഴുകി വരാൻ പറ്റുന്നില്ല. വെള്ളം അവിടെ കെട്ടിക്കിടുന്ന അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപറ്റി പഠനങ്ങളൊക്കെ ഞങ്ങൾ നടത്തി എന്താണ് ചെയ്യാൻ പറ്റുന്നത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ചർച്ചയും കാര്യം നടത്തിയപ്പോൾ അപ്പോൾ നമ്മളൊരു ഏറ്റവും വലിയൊരു വിഷയം നമ്മുടെ ഈ 3 നദികൾ പമ്പ, അച്ചൻകോവിൽ, മണിമല ഈ 3 നദികളും AC റോഡ് നിർമ്മിച്ചതിന് മുമ്പല്ല ഇപ്പോഴും അതിൻ്റെ സൗത്ത് സൈഡിലാണ് ഈ 3 നദികൾ. ഇത് മറികടന്ന് അതിൻ്റെ നോർത്തേൺ സൈഡിൽ കൂടെയാണ് തിരിച്ച് നമ്മുടെ കുട്ടനാട്ടിലെത്തിയും വേമ്പനാട് കായലിലെത്തിയും പതുക്കി കടലിലോട്ട് പതുക്കിച്ചു. ഈ ഒരു റോഡിൻ്റെ കൺസ്ട്രക്ഷൻ കൊണ്ട് തന്നെ വലിയൊരു ഒരു പ്രഭാവം അവിടെ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കിനെ കഠിനമായിട്ട് തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തീകരണം ഈ വെള്ളത്തിന് എക്സസ് ഫ്ലഡ് പോകാൻ വേണ്ടിയാണ് നമ്മൾ AC കനാൽ ഉപയോഗിക്കുന്നത്. ഒരു പക്ഷേ മണ്ണ് കുത്തിയെടുത്ത് AC റോഡ് ഫോം ചെയ്യുമ്പോൾ AC കനാൽ ഫോം ചെയ്യും. പക്ഷേ അത് AC കനാൽ പൂർണ്ണമായിട്ടും അവിടെ പള്ളാത്തുരുത്തി വരെയോ നെടുമുടി വരെ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ വളരെയേറെ എൻക്രോച്ച്മെൻറ്റ്സ് ഉണ്ടായിട്ട് വെള്ളത്തിന് ഒഴുകിപ്പാൻ സാധിക്കാത്ത. ഇതോടൊപ്പം തന്നെ നമ്മൾ AC റോഡ് പുതുക്കി നിർമ്മിച്ച സമയത്ത് ഏകദേശം 64ഓളം കൾവേർട്ടുകൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ കൾവേർട്ടുകളൊക്കെ ഒരു പക്ഷേ ശാസ്ത്രീയമായിട്ടാണ് ഡിസൈൻ ചെയ്യുക. പക്ഷേ ഇതിനൊക്കെ ഒരു കണ്ടിന്യൂറ്റി തീർച്ചയായിട്ടും വരത്തുള്ള തോടുകളിലോട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ വെള്ളത്തിന് ഒഴുകിപ്പാൻ സംവിധാനത്തിലൊരു അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ AC കനാലൊക്കെ പെട്ടെന്ന് റിജുവിനേറ്റ് ചെയ്യാൻ വലിയൊരു സാധ്യമായ സാധനമാണ്. വലിയൊരു ഇൻക്ലൂഡിങ് നമുക്കറിയാം റോഡുകൾ ഉൾപ്പെടെ പാലങ്ങൾ ഉൾപ്പെടെയൊക്കെ നിർമ്മിച്ച് വെച്ചേക്കുന്നുണ്ട്. ഇവിടെ വെള്ളമൊഴുക്ക് വീടുകളൊക്കെ തന്നെ അതിനകത്ത് നിർമ്മിച്ച് വെച്ചേക്കും. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഞങ്ങളെടുത്ത് പഠിച്ച സമയത്ത് ഏകദേശം 13 പഞ്ചായത്താണ് ഇവിടെ കുട്ടനാട്ടുള്ളത്. അവിടെ ഒരു 5 തോട് വെച്ചെടുത്ത് പഠിച്ചതുകൊണ്ട് 65 തോടുകൾ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്കൊരു വലിയൊരു മാറ്റം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു പ്രദേശങ്ങളൊക്കെ ഈ കടുങ്ങലും നമ്മുടെ പോളയൊക്കെ കൂടി കിട്ടും. എല്ലാ പഞ്ചായത്തുകളും എല്ലാ എസ്പെഷ്യലി പെരിഫറൽ ഏരിയയിലെല്ലാം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. കുറേ ഞങ്ങളുടെ ഇതിൻ്റെ വികസനമായിട്ട് ബന്ധപ്പെട്ട് വേമ്പനാട് കായലിൽ റിജുവിനേഷൻ ഉണ്ട്. ആദ്യമേ നമ്മൾ പ്രോജക്റ്റ് ഈ റൈസിന് ശേഷം റൈസ് പാളിപ്പോയപ്പോൾ രണ്ടാമത്തെ ഒരു ആശയം വന്നത് വേമ്പനാട് കായലിൽ റിജുവിനേഷനാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചില പ്രോജക്റ്റുകളും ഡിസ്കഷൻ കാര്യങ്ങൾ നടത്തി. ഒരു 180 കോടി രൂപയുടെ പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൈമാറുകയുണ്ടായി. മുഖ്യമന്ത്രി വളരെ താല്പര്യത്തോടെ പറയുകയും അതിനകത്ത് കൂടുതൽ ഡെവലപ്മെൻറ്റ് ഇത് മാത്രമല്ല ഒരു 8ഓളം ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അനുബന്ധിച്ചുണ്ട്. നമ്മുടെ അഗ്രികൾച്ചർ, ഫിഷറീസ്, ടൂറിസം, ബയോഡൈവേഴ്സിറ്റി, വാട്ടർ റിസോഴ്സസ്, റവന്യൂ ഇങ്ങനെ ഒരു 8ഓളം ഡിപ്പാർട്ട്മെൻറ്റ് ചേർന്നതാണ് നമ്മുടെ LSTD ഉൾപ്പെടെ ചേർന്ന് ഇവരെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് കുട്ടനാടിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് സങ്കീർണമാണ്. നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്താണ് വലിയൊരു ഭൂപ്രകൃതി. ഏകദേശം 10 താലൂക്കുകൾ 64ഓളം പഞ്ചായത്തുകളൊക്കെ ഉൾപ്പെടെ വലിയൊരു ഭൂപ്രദേശമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു കുട്ടനാടിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് 2.5% കേരളത്തിൻ്റെ മൊത്തം ഏരിയ എടുത്ത് നോക്കുമ്പോൾ 2.5% മാത്രമേ ഏരിയയുള്ളൂ. പക്ഷേ ഇത് ഇവിടുന്ന് ഉണ്ടാകുന്ന പ്രൊഡ്യൂസ് 24% ആണ് കേരളത്തിൻ്റെ മൊത്തം ടോട്ടൽ റൈസ് പ്രൊഡക്ഷനകത്ത് 24% കുട്ടനാടിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സങ്കീർണ പക്ഷേ ഇത് നേരത്തെ സൂചിപ്പിക്കട്ടെ 3 ജില്ലകൾ കിടക്കുകയാണ്. ഒരു സംഖ്യ ജില്ലയിൽ ഒരു കളക്ടറോ ഒരു ഡെപ്യൂട്ടി കളക്ടറോ എന്ന് വിചാരിച്ച് നടക്കുന്ന വിഷയമാണ്. ഇത് വലിയൊരു മാസീവ് വിഷയമാണ്. ഇത് കോട്ടയത്തും ആലപ്പുഴയിലും ഭൂരിഭാഗം ആലപ്പുഴ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലീഡർഷിപ്പ് ലോട്ട് എടുക്കാനൊക്കെ തയ്യാറാണെങ്കിൽ തന്നെയും മറ്റ് കളക്ടേഴ്സിൻ്റെ ഒരു കൂട്ടായത്നത്തിൽ കൂടി മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഈ ഒരു തരണത്തിൽ തിരുമേനി സൂചിപ്പിച്ചൊരു വിഷയമുണ്ട് വേമ്പനാട് കായൽ. ഇതിൻ്റെയൊക്കെ ഒരു പൈതൃകവും പ്രകൃതി ഭംഗിയും ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞ് നമ്മൾ ആസ്വദിക്കുകയൊക്കെ ആണെങ്കിലും ഇതിനൊക്കെ ഒരു വലിയൊരു മാർക്കറ്റബിലിറ്റി ഉണ്ട്. എന്താണ് മാർക്കറ്റബിലിറ്റി വെച്ചാൽ നമ്മൾ നേരത്തെ ബഹുമാനപ്പെട്ട തിരുമേനി സൂചിപ്പിക്കുകയുണ്ടായി. എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഇവിടെ ഒക്കെ താമസിച്ചിട്ട് വന്ന് എന്നോട് പറഞ്ഞു ഇതിനെ വലിയൊരു മാർക്കറ്റിംഗ് വലിയൊരു പൊട്ടൻഷ്യലുള്ള സംവിധാനമാണ്. ഇതിനൊരു എഫക്റ്റീവായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടണം. അതിൻ്റെ ഒരു സാധ്യതകൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് അതിന് സാധ്യത? ഞാൻ ഈ പല ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പുള്ളി അവസാനം ഈ വേമ്പനാട് കായൽ ഇവിടുന്ന് ഇളക്കി അങ്ങ് അമേരിക്കയെ കൊണ്ടു കൊടുത്താൽ ഒരു $100 ബില്യൺ ബിസിനസ്സാണ്. അല്ലെങ്കിൽ യൂറോപ്പിൽ കൊണ്ടു കൊടുത്ത് ഇപ്പം വേണ്ടത് തിരുമേനി സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനൊക്കെ ഒരു വലിയ സാധ്യതകളുണ്ട്. പക്ഷേ നമ്മളതൊന്നും പ്രയോജനപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈ പൈതൃകമായി കിട്ടിയ സ്ഥലങ്ങളിൽ ജനങ്ങൾ പ്രകൃതിയോട് മല്ലിട്ട് വലിയൊരു സംവിധാനം ഉണ്ടാകും. കുട്ടനാട് പാടശേഖരങ്ങളൊക്കെ പറയാം, കായൽ നിലങ്ങളൊക്കെ തന്നെ പ്രകൃതിയോട് മല്ലിട്ട് അന്ന് നമ്മുടെ പൂർവികരൊക്കെ ഡെവലപ്പ് ചെയ്ത സ്ഥലങ്ങളാണ്. ഈ ഒരു സംവിധാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ള ഒരു സമഗ്രമായ പഠനം തീർച്ചയായിട്ടും ആവശ്യമാണ്.
അതിനൊക്കെ മുൻപന്തിയിൽ നമ്മുടെ ഈ സെൻറ്റർ ഫോർ കുട്ടനാട് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പ്രകൃതി നമ്മുടെ ഇവിടെ ചങ്ങനാശ്ശേരി ടൗണിലോട്ട് ഏറ്റെടുത്ത് കിടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് സാധ്യമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച 56 ഹെക്ടർ സ്ഥലത്തുണ്ടെങ്കിൽ കൃഷി ഉണ്ടെങ്കിൽ തന്നെ ഈ കൃഷി നമുക്കൊരു വലിയ വിഷയം നമ്മളെ സംബന്ധിച്ചോളം ഈ 6 നദികളാൽ പരിപോഷിപ്പിക്കുന്ന സ്ഥലമാണ് കുട്ടനാട്. അപ്പോൾ നമുക്ക് 2 വാട്ടർ സൈക്കിളാണുള്ളത്. ഒന്നൊരു വാട്ടർ സൈക്കിൾ ഫ്രഷ് വാട്ടർ സൈക്കിളും ഒരു സോൾട്ട് വാട്ടർ സൈക്കിളും ഉണ്ടാകും ഈ വേമ്പനാടിൽ. അപ്പോൾ വേമ്പനാട് കായലിൽ നമ്മൾ പരിശോധി മൺസൂൺ സീസൺ ജൂൺ തൊട്ട് നവംബർ വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 16,609,000,000 ക്യൂബിക് മീറ്റർ വെള്ളമാണ് അവിടെ വന്ന് കടന്നു പോകുന്നത് ഈ 6 നദികളുടെ ഉള്ളത്. അതിനകത്തൊരു ആവറേജ് റിട്ടൻഷൻ ടൈം ഒരു 5.4 ഡേയ്സ് ആണ് അവിടെ നമുക്കൊരു ഈ റിട്ടൻഷൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് വരുന്ന വെള്ളം ഈ റിവേഴ്സിൽ വരുന്ന വെള്ളം കുട്ടനാടിൽ 5.4 ദിവസം തങ്ങി നിന്നിട്ട് ആണ് കടലിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേമ്പനാട് പ്രദേശം ഏകദേശം 33 പ്രാവശ്യം റിജുവിനേറ്റ് ചെയ്യപ്പെടുന്നു. ഫ്രഷ് വാട്ടർ റിജുവിനേപ്പിക്കുന്നത്. അപ്പോൾ പുതിയ നൽവെള്ളം കയറി വന്ന് 34 പ്രാവശ്യം ഇതിനെ റിജുവിനേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ തിരിച്ച് പരിശോധിച്ചാൽ നമ്മൾ ഒരു ഡ്രൈ സീസണിൽ ഉപ്പുവെള്ളത്തിൻ്റെ സ്പെല്ലിംഗാണ് നമ്മുടെ സീ വാട്ടർ ഇൻഡസ് ഉപ്പുവെള്ളം കയറിയ ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഏകദേശം 6 മാസങ്ങളിലൂടെ നമ്മുടെ അതിൻ്റെ ഒരു റിട്ടൻഷൻ ടൈം ഉപ്പുവെള്ളം കയറി വന്ന് തിരിച്ചിറങ്ങി റിട്ടൻഷൻ ടൈം ഒരു ഏകദേശം ഒരു ആവറേജ് ഒരു 4.8 ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും വരുമ്പോൾ 35 പ്രാവശ്യം ഉപ്പുവെള്ളത്താൽ ഇത് റിപ്ലേസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഒരു വർഷ കാലഘട്ടത്തിൽ ഫ്രഷ് വാട്ടറിലാൽ 33 പ്രാവശ്യവും സീ വാട്ടർ ഇൻഡസ് മുതൽ 34 പ്രാവശ്യം റിപ്ലേസ് ചെയ്യുന്ന ലോകത്തിൽ തന്നെ ഒരു സ്ഥലമാണ് ഈ കുട്ടനാട്. അപ്പോൾ ഇതിനിടയ്ക്കാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. നമുക്ക് കൃഷിയുണ്ട്. അപ്പോൾ വളരെ ഒരു സങ്കീർണമായ വിഷയമാണ്. ഈ വിഷയത്തെയൊക്കെ അതിജീവിച്ച് വേണം നമ്മൾ നമ്മുടെ കൃഷികളെ പറ്റി ആലോചിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രത്യേകത ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും നിന്ന് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് കൃഷി ഏറ്റവും കൂടുതൽ എക്കലടിയുന്ന സ്ഥലം എന്നുള്ളത് 2018 എടുത്ത് പരിശോധിക്കാണ്ട് ഏറ്റവും കൂടുതൽ ഈൽഡുണ്ടായ സമയമാണ്. നമ്മളൊരു ഒരു വളവും ചെയ്തില്ല, പക്ഷേ എക്കലിൻ്റെ സാന്നിധ്യം കൊണ്ട് വളരെ വലിയൊരു നമ്മുടെ ഈ ഫ്ലഡിങ് കൊണ്ട് നമ്മുടെ ഈ പാടശേഖരങ്ങളൊക്കെ തന്നെ എക്കലടിയും ആ എക്കലിൻ്റെ സാന്നിധ്യത്തിൽ കൊണ്ട് വലിയൊരു ഈൽഡ് ഒരു സാറിന് 5 ടൺ കിട്ടുന്നെങ്കിൽ ഒരു 6 ടൺ 7 ടൺ കിട്ടുന്നൊരവസ്ഥ വന്നു. വലിയൊരു സാധ്യത. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ഫ്ലഡ് വാട്ടേഴ്സിൽ വരുന്ന വെള്ളത്തിൽ വരുന്ന എക്കലും ഇതൊക്കെ നമ്മുടെ 1200 പാടശേഖരങ്ങൾ ഈ പാടശേഖരങ്ങൾ അടിയാനുള്ള തുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്കൊരു പക്ഷേ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗമാണ്. നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ നമ്മുടെ കുട്ടനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ക്യാൻസറിൻ്റെ ഒരു ഔട്ട്ബ്രേക്ക് വലിയാണ്. ഞങ്ങളൊരു വലിയ സ്ക്രീനിങ് നടത്തി. നമ്മുടെ ആരോഗ്യം ആനന്ദം പ്രോഗ്രാം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം ഒരു പ്രോഗ്രാം നടത്തി. നമ്മളൊക്കെ ആലപ്പുഴ ജില്ലയിൽ ഏകദേശം നമുക്കൊരു 5 ലക്ഷം രൂപ ULCs അതിൻ്റെ ഒരു സ്റ്റഡിക്കായിട്ട് നമുക്ക് ഒരു CSR ഫണ്ട് തന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ലേഡീസിലുള്ള സർവിക്കൽ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട സ്ക്രീനിങ് നടത്തിയപ്പോൾ ഏകദേശം നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ 1,20,20,000 പേരെ നമ്മൾ സ്ക്രീൻ ചെയ്തു. ഒരു 50ഓളം പേർക്ക് നമുക്ക് ക്യാൻസർ ഉണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചു. അതിനകത്തൊരു ഭൂരിഭാഗം ഞാനത് വലിയൊരു ഡീറ്റെയിൽഡ് സ്റ്റഡികൾ തന്നെ ഒരു ഭാഗം കുട്ടനാട് പ്രദേശങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ക്യാൻസറിൻ്റെ ഒരു സാധ്യത വളരെയാണ്. എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നത്? നമ്മുടെ ഈ പാടശേഖരങ്ങളിൽ നമ്മൾക്ക് ഏകദേശം ഒരു 20,000 ടണ്ണ് ഫെർട്ടിലൈസറാണ് ഒരു വർഷം ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു 0.1 ടൈം നമ്മളൊരു എൻ്റെ കീടനാശിനി അല്ല വീഡിസൈഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ കണക്കൊണ്ട് ഒരു 200 ടണ്ണോളം ഈ വീഡിസൈഡുകളും ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഓരോ മഴ കഴിയുമ്പോഴും ഓരോ മഴ സമയത്ത് ഫ്ലഷ് ചെയ്ത് വേമ്പനാട്ട് കായലുണ്ട്. അപ്പോൾ വേമ്പനാട്ട് കായലിൽ താങ്ങുന്നതിനപ്പുറമാണ് ഈ കെമിക്കൽ ഫെർട്ടിലൈസർ. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പോളകൾ ഈ പറയുന്നത് ഒരു യൂട്രോഫിക്കേഷൻ എന്ന് പറയും. ഈ പോളകൾ എന്തുകൊണ്ടാണ് നമ്മൾ പ്രോട്ടീൻ കണ്ടൻറ്റ് വെള്ളത്തിൽ കൂടുമ്പോഴാണ് ഈ പോളകളൊക്കെ പറ്റുന്നത്. അപ്പം പോളതിനെ നിയന്ത്രിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോട്ടീൻ കണ്ടൻറ്റ് എന്തുകൊണ്ടാണ് ഈ വരുന്ന ഫെർട്ടിലൈസേഴ്സിനെയും ഈ വരുന്ന വീഡിസൈഡിനെയൊക്കെ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് പോളകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു വലിയ പദ്ധതി ഞങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് വാട്ടർ ഹൈസിന്ത് ഒരു മെനൈസായിട്ട് നമ്മൾ അക്രിസാറ്റ് എന്ന് പറയും ഒരു ഇൻ്റർനാഷണൽ ഏജൻസി UN എയ്ഡഡ് ഏജൻസിയാണ് നമ്മുടെ ഹൈദരാബാദ് ബേസ് അവിടെ വരികയുണ്ടായി. അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടന്ന വ്യക്തികൾ ഇതിൻ്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഇതിനെ ഒരു മെനൈസ് എന്ന് പറയിൽ അതിനൊരു എന്താണ് അതിൻ്റെ ഒരു വാല്യൂ അഡീഷൻ എന്താണ് അതിനകത്തൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വ്യക്തിയെ കൊണ്ടാക്കണം ഞങ്ങൾ ചില ഈ സ്റ്റഡികളും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ അവർക്ക് അതിനകത്തൊരു ഇത് കളക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇതിനെ മാനുവറാക്കാനായിട്ട് ഇതിനെ തന്നെ ഒത്തിരി പ്രോഡക്ട്സുകളായിട്ട് മാറ്റാം. നമ്മുടെ പേപ്പർ റൈറ്റിംഗ് പേപ്പറുകൾ ബുക്കുകളായിട്ട് മാറ്റാം. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതകളൊക്കെ ഒരു ഗ്രീൻ വെക്കുന്നൊരു ഏജൻസി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഏകദേശം 100 കിലോയോളം പൾപ്പുകൾ എടുത്ത് ഇതിൻ്റെ വാട്ടർ റൈസിൻ്റെ ഇത് പൾപ്പാക്കി കൊടുക്കുക. അവർ 7 years ബൈബാക്ക് അവർ 7 വർഷത്തേക്ക് സാധനങ്ങൾ ഇതിൽ നിന്നുണ്ടാവുന്ന സാധനങ്ങൾ തിരിച്ചെടുത്തോളും. അപ്പോൾ അങ്ങനെ ഒരു ഏജൻസി വന്നിട്ടുണ്ട് അവരുമായിട്ടുള്ള ബന്ധപ്പെട്ടത്. പക്ഷേ ഇതൊക്കെ ഒരു വളരെ നാമമാത്രമാണ്. എന്നാൽ നമുക്കൊരു ആലപ്പുഴ ജില്ലയിൽ മാത്രമേ 130 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ വേമ്പനാട് കായൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. ഇതിനാൽ നമ്മളൊരു 100 കിലോയോ 150 കിലോയോ ഒന്നും എടുത്തിട്ട് യാതൊരു കാര്യമില്ല. വലിയൊരു മാസീവായിട്ടുള്ള ഡ്രൈവ് തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അപ്പോൾ കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ വളരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഫ്ലഡിങ് വലിയൊരു വിഷയമാണ്. അതോടൊപ്പം തന്നെ AC റോഡ് നിർമ്മാണത്തെ തുടർന്ന് വലിയൊരു ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ വലിയ കാര്യം ഒരു മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ടൈഡൽ ഫ്ലഡിങ്. നമ്മുടെ ഒരു പക്ഷേ കുട്ടനാട് ഈ ഏരിയയിലുള്ളെങ്കിൽ തന്നെയും
അല്ലെങ്കിൽ തന്നെയും നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് അടച്ചാലുള്ള ഏറ്റവും വലിയ സവിശേഷം തണ്ണീർമുക്കത്തിൻ്റെ വടക്ക് ഭാഗത്ത് ടൈഡൽ ഫ്ലഡിങ്ങിൻ്റെ വലിയ വിഷയമാണ്. എസ്പെഷ്യലി വൃശ്ചിക വേലിയേറ്റം. ഈ സമയത്തൊക്കെ ഉള്ളൊരു പ്രശ്നം വെച്ചാൽ വാട്ടർ ലെവൽ അവിടുത്തെ ബണ്ടിൻ്റെ അവിടെ 1.75 മീറ്റർ വരെ ഉയരുകയാണ് വെള്ളം, പിന്നെ വാട്ടർ ലെവൽ വരുന്നത്. അതുവരെ എന്തോ ഇവിടെ അതിനടുത്തൊരു അരൂർ പഞ്ചായത്തുകളൊക്കെ തന്നെ ഫ്ലഡിങ് സിറ്റുവേഷൻസ്, പകൽ സമയത്ത് ഫ്ലഡിങ്, വീടുകളിലൊക്കെ വെള്ളം ചെന്നുകയാണ്, നമ്മുടെ കിണറുകളിലൊക്കെ നിന്നു പോകുന്ന അവസ്ഥ, വീടുകളിലും പറമ്പുകളിലൊക്കെ വെള്ളം കിട്ടുന്നത്. നമ്മൾ ഒരു ഫ്ലഡിങ്സ് ഒരു മൺസൂൺ സമയത്ത് എങ്ങനെയാണ് ഫ്ലഡിങ് ഉണ്ടാകുന്നത് അതേ രീതിയിലാണ് ഈ ഡ്രൈ സീസണിൽ ഇവിടെ ടൈഡൽ ഫ്ലഡിങ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വലിയൊരു പ്രശ്നമുണ്ട്, വലിയ പ്രശ്നം. അപ്പോൾ നമ്മുടെ ഈ ചാലുകളും തോടുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഇതിനെയൊക്കെ പുനരുജ്ജീവിക്കേണ്ടിയിരിക്കുന്നത്. നമ്മൾ 1996 കാലഘട്ടത്തിൽ നമ്മൾ ഈ സാൻഡ് മൈനിങ് ഒക്കെ നിരോധിച്ചപ്പോൾ എല്ലാം അങ്ങ് നിരോധിച്ചു, കംപ്ലീറ്റ് നിരോധിച്ചു. ഒരു കാര്യം ചെയ്യാൻ പാടില്ല. പണ്ടൊക്കെ ആൾക്കാർ ഈ കട്ട കുത്തി നമ്മുടെ ബണ്ടുകൾ ബലപ്പെടുത്തിയിരുന്നു, കട്ട കുത്തി പറമ്പുകളിൽ ഇട്ടിരുന്നു, കട്ട കുത്തി പിന്നെ നമ്മുടെ തോടുകളൊക്കെ ഫ്ലഡിങ് ഉണ്ടായിരിക്കുന്ന തോടുകളും നമ്മുടെ സൈഡുകളൊക്കെ ബലപ്പെടുത്താറുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും അങ്ങ് നിന്നു. അപ്പോൾ നമ്മുടെ ഈ തോടുകളെല്ലാം നിർജ്ജീവാവസ്ഥയിൽ കിടന്ന് എല്ലാം കിടന്ന് എക്കലടിഞ്ഞും മണ്ണ് കടിഞ്ഞും അതിനകത്ത് പോളയടിഞ്ഞും വേസ്റ്റ് കൊണ്ടിടാനുള്ള സ്ഥലങ്ങളായിട്ട് മാറി. ഇത് മൊത്തം വെള്ളമൊഴുക്കില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തോടിനെ എന്താണോ അതിൻ്റെ ഒരു ആശയം എന്താണോ അതിന് വ്യത്യസ്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തി തോടുകളെല്ലാം. ഞാൻ അവിടുത്തെ ഒരു വിശേഷിച്ച് 30-ഓളം തോടുകളൊക്കെ എടുത്ത് വെച്ച് എല്ലാം മൂടിക്കിടക്കുകയാണ്, എല്ലാം മൂടിക്കിടക്കുക. ഒരു വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള സ്ഥലങ്ങളായിട്ട്. നമ്മുടെ ഒരു പ്രത്യേകിച്ച് എന്താണ്, നമുക്കൊരു സ്ഥലം കിട്ടിയാൽ നമ്മുടെ പ്ലാസ്റ്റിക്കിനകത്ത് ഇത് കിട്ടും, വെല്ലിൻ സഞ്ചി കിട്ടും, അതിനകത്ത് വേസ്റ്റിൻ്റെ കൂടി അവിടെ കൊണ്ട് പറഞ്ഞു നമ്മുടെ ജോലി കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരു മാലിന്യ പ്രശ്നമായിട്ട് മാറി. ഈ തോടുകളൊക്കെ ക്ലിയർ ചെയ്യേണ്ടിരിക്കും. ഈ തോടുകളൊക്കെ ക്ലിയർ ചെയ്താൽ മാത്രമേ, അതുപോലെ പിന്നെ കൈതപ്പുഴ കായലിൻ്റെയും ഡെപ്ത് എടുത്ത് പരിശോധിച്ച സമയത്തായിട്ട് 4-3 ഭാഗവും നികന്നു കിടക്കണം. അപ്പോൾ അവിടെയും വെള്ളം ഉൾക്കൊള്ളാൻ പറ്റും. ഈ ടൈഡൽ കയറ്റുന്ന കൊച്ചിക്ക് പ്രദേശത്ത് കയറി വരുന്ന വെള്ളം തിരിച്ചൊഴുകി പോകേണ്ടത് നമ്മുടെ അന്ധകാര വഴിയാണ് തിരിച്ചിറങ്ങി പോകേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ അന്ധകാരയിലോട്ട് വരുന്ന തോടുകൾ മൊത്തം നികന്ന് കിടക്കുകയാണ്, വെള്ളം ഒട്ടും വരുന്നത്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഇവിടെ തന്നെ നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് ഭാഗത്ത് കെട്ടിക്കിടക്കുകയും വെള്ളം ഒഴിപ്പോകാനുള്ള സംവിധാനമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നു. നമ്മുടെയൊക്കെ കാർഷിക വൃത്തിയിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ച മാതിരി ഈ 2 വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഒന്ന്, ഫിഷിങ്ങിന് നമുക്ക് ഉപ്പുവെള്ളം കയറണം, പക്ഷേ കൃഷി ചെയ്യുന്നതിന് നമുക്ക് ഉപ്പുവെള്ളം പാടില്ല. ഇപ്പോൾ 2.1 ppm മേളിൽ വന്നു കഴിഞ്ഞാൽ കൃഷി നശിച്ചു പോകും. അപ്പം അതിനൊരു ഒരു ഒരു ബദൽ സംവിധാനത്തിന് തീർച്ചയായിട്ടും ഒരു വിത്ത് ഉൾപ്പെടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ഒരു പക്ഷേ ഈ 2 ppm 2.1 ppm അതിന് കൂടെ അതിജീവിക്കാവുന്ന ഒരു വിത്ത് ഗവേഷണത്തിൽ കൂടെ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രശ്നമല്ല. നമുക്ക് ഒരു തണ്ണീർമുക്കം ബണ്ട് തുറന്നിട്ടുണ്ട് കൃഷി ചെയ്യാൻ. പിന്നെ ഉപ്പുരസം വന്നാലും നമുക്ക് പിന്നെ കൃഷിയെ ബാധിക്കത്തില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പ്രചരണം നടക്കുന്നത് ഈ ഡിസംബർ മാസം 15 തൊട്ട് മാർച്ച് മാസം 15 വരെ, ഈ ഒരു 3 മാസക്കാട്ടിലാണ് ഫിഷിൻ്റെ ഏറ്റവും വലിയ പ്രചരണം നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഒരു ബണ്ട് അടച്ചിട്ടുന്നുണ്ട്, ഫിഷ് കൾച്ചറിൻ്റെ പ്രൊഡക്ഷനെ വളരെയേറെ ബാധിക്കുന്നത്. നമ്മൾ എടുത്ത് പരിശോധിച്ച് 1980 കാലഘട്ടത്തിലേക്ക് ഒരുപക്ഷെ തണ്ണീർമുക്കം ബണ്ട് വരുന്നതിന് മുമ്പായിട്ട് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് 25,000 ടണ്ണോളം ഫിഷ് ഉൽപ്പാദനം ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ അത് നാമമാത്രമായിട്ട് 4,000 ടണ്ണായിട്ട് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത് ഒരു വലിയൊരു ഇഷ്യൂ. ഇതിനെപ്പറ്റി ഇത് ചെയ്യേണ്ട ഡിക്ലൈൻ ഫിഷ് പ്രൊഡക്ഷന് വാട്ടർ ഹൈസിൻ്റെ ഒരു വലിയൊരു മെനേസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലാൻഡ് സബ്സിഡൻസ് ഇവിടെ കുട്ടനാട് ഞാൻ പറഞ്ഞ ഇപ്പോൾ ഏറിയ പങ്ക് സ്ഥലങ്ങൾ നമ്മുടെ ഈ മുട്ടാറുള്ള സ്ഥലങ്ങളിലൊക്കെ ലാൻഡ് സബ്സിഡൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ക്ലൈമറ്റ് റെഫ്യൂജസ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ വർഗീസ് സാറിനത് പറയുക, ഞങ്ങളുടെ ഇരുവേര ഭാരത്തോടെ കുട്ടനാട് ആൾക്കാരൊക്കെ കുടിയേറി വരുന്നൊരു സാഹചര്യമാണ്. അവർക്കൊക്കെ ഇവിടെ നിന്നും വേണ്ട, പുതിയ തലമുറയ്ക്കൊന്നും ഈ സ്ഥലങ്ങളൊന്നും ഇവിടുത്തെ ഈ ദുരനുഭവങ്ങളൊന്നും അവർക്ക് ഒരു ഇതാക്കേണ്ട കാര്യമില്ല. അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു പോയതോടൊപ്പം തന്നെ മറ്റ് ഉയർന്ന പ്രദേശങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിക്ലൈൻ ഇൻ കോക്കനട്ട് പ്രൊഡക്ഷൻ പണ്ട് നമ്മൾ ഏറ്റവും വലിയൊരു വിഷയം, ആലപ്പുഴ ജില്ലയിൽ മാത്രം ഏകദേശം 78,000 ഹെക്ടർ സ്ഥലത്ത് കോക്കനട്ടിൻ്റെ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡിക്ലൈൻ ഒരു കാറ്റുവീഴ്ച വന്ന് മണ്ടരി അസുഖങ്ങളൊക്കെ വന്നതിന് ശേഷം അതിനൊരു റിവൈവൽ സംഭവിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അതിനെ റിവൈഡ് ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്, പണ്ടൊക്കെ നമ്മുടെ പൂർവികന്മാരൊക്കെ ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്, റൈസ്, മീൻ, താറാവ്, കോഴി, ബനാന, അതോടൊപ്പം തന്നെ പിന്നെ കോക്കനട്ട്, നമ്മുടെ ബണ്ടുള്ള കോക്കനട്ട്. ഇപ്പോൾ വലിയൊരു സാധ്യത ഇതിനെല്ലാം ചേർത്തൊരു ഇതേ ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സംവിധാനം തീർച്ചയായിട്ടും കൊണ്ടുവന്നാൽ അതിന് വലിയൊരു സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ ഈ ഒരു വിഷയങ്ങൾ ചർച്ചയാവട്ടെ. നമ്മളെ സംബന്ധിച്ചോളം ഈ കുട്ടനാടിൻ്റെ പ്രദേശത്ത് വിപുലമായ ഒരു ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നു. ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 4 മേഖലകളിലുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഫിഷറീസ് സെക്ടറിൽ ഏകദേശം 157 കോടി രൂപയുടെയും, അഗ്രികൾച്ചർ സെക്ടറിൽ 250 കോടി രൂപയുടെയും, അതോടൊപ്പം തന്നെ വാട്ടർ സോഴ്സ് സെക്ടറിൽ ഒരു 150 കോടി, ഒരു 100 കോടി രൂപ ടൂറിസം മേഖലയെടുക്കും. ഒരു സമഗ്രമായ ഒരു കോമ്പസിറ്റ് പ്രോജക്റ്റ് ആണ് ഇതിനകത്ത്. കുട്ടനാട് പാക്കേജ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് വരാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ ലെവലിൽ തന്നെ ഒരു സംവിധാനമുണ്ട്. തീർച്ചയായിട്ടും ഇന്നലെ അത് എനിക്ക് ഏറ്റവും അഭിമാനം കൂടിയൊരു ദിവസമാണ്. ഇന്നലെ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട സൈചറിയ സാറിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാനും അദ്ദേഹം അത് ഏറ്റെടുക്കുക, പ്രോജക്റ്റ് എടുക്കുന്നത് മാത്രമല്ല എത്രയും പെട്ടെന്ന് തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ CM ലെവലിൽ ഒരു ചർച്ച നടത്തി ഈ ഒരു കോംപ്രഹെൻസീവ് പ്രോജക്റ്റ്, ഇത് അഗ്രികൾച്ചറിനും ഫിഷറീസിനും വാട്ടർ സോഴ്സിനും ടൂറിസത്തിനും എല്ലാം അടങ്ങിയ ഒരു വലിയ കോംപ്രഹെൻസീവ് പ്രോജക്റ്റ് ഏകദേശം 650 കോടി രൂപയുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്.
തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രോജക്റ്റ് ഒക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടനാട് പാക്കേജ് 1 വന്നെങ്കിൽ തന്നെയും പല അതിനകത്ത് പ്രവർത്തിച്ചവരും അതിൻ്റെ രൂപരേഖ ഉണ്ടാക്കിയവരൊക്കെ അതൊരു വലിയ ഫെയിലറായിട്ടാണ് കണ്ടിരിക്കുന്നത്. പാക്കേജ് 2 ആ രീതിയിലാവാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട്. തീർച്ചയായിട്ടും സമഗ്രമായ നമുക്കൊരു ക്രിയേറ്റീവ് തിങ്കിങ്, വലിയൊരു ബോഡിയും, ഒരു അപ്പെക്സ് ബോഡിയും, ഒരു പക്ഷേ നേരത്തെ അതോറിറ്റികളൊക്കെ ഫോം ചെയ്യാനുള്ള പക്ഷേ പിന്നെ അതോറിറ്റിയുടെ അത് ഈ ഘടന തന്നെ വലിയ വിഷയമാണ്. ഇതിനെ ആര് നയിക്കും ആര് നയിക്കത്തില്ല എന്നൊക്കെയുള്ള വലിയ വിഷയമാണ്. പല അതോറിറ്റികളും സംഭവിക്കുന്നതാണ്. അവർ തമ്മിലുള്ള ഇൻ്റർക്ലാഷ് അതിനേക്കാളുള്ള വലിയ വിഷയങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഇപ്പോൾ കുട്ടനാട് നമുക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിന് ഏറ്റവും വേണ്ടത് ഒരു ക്രോപ്പ് കലണ്ടറാണ്. ഇപ്പോൾ നമുക്ക് ഞാനീ പറഞ്ഞു 2 വാട്ടർ സൈക്കിളിന് ഇടയ്ക്കുള്ള സമയമാണ് നമുക്ക് ക്രോപ്പിങ്ങിന് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ക്രോപ്പ് കലണ്ടർ വളരെ കൃത്യമായിട്ടൊരു ക്രോപ്പ് കലണ്ടർ വേണം. ഒരു ഇന്ന ദിവസം ഇത് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ ആ ദിവസങ്ങൾ നമുക്ക് വിത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സീഡ് തോട്ടത്തിൽ നിന്ന് വിത്ത് വാങ്ങിച്ച് 3 പ്രാവശ്യം മാറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഒന്നും കിളിച്ചില്ല, രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കിളിച്ചില്ല, മൂന്നാമത്തെ പ്രാവശ്യം കിളിച്ചില്ല. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ പ്രാവശ്യം 45-50 ദിവസം 2 മാസത്തോളം കാലഘട്ടം നമ്മൾ നഷ്ടപ്പെടുകയാണ്. ഈ വളരെ സങ്കീർണമായ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് യഥാസമയത്ത് കൃഷി വിത്ത് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു നേട്ടമാണ്. അത് മാത്രമല്ല, ഷോർട്ട് ഡ്യൂറേഷൻ വിത്തുകൾ നമുക്ക് ഇപ്പോഴത്തെ ഉമ്മ ഒക്കെ അറിയാം. ഉമ്മയുടെ ഒക്കെ ഒരു 120 ദിവസം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്തിട്ട് 200 ദിവസമാണ് നമ്മുടെ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞത്. 45 ദിവസം നമുക്ക് നഷ്ടപ്പെട്ടതും 120 ദിവസം കൂടെ ആയപ്പോൾ 160-170 ദിവസം. ഇതിനിടയ്ക്ക് വെച്ച് ഉപ്പുവെള്ളം കയറി വെച്ച് 4500 ഹെക്ടർ സ്ഥലത്ത്, 10,000 ഏക്കർ സ്ഥലത്തുള്ള കൃഷി നശിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ ഒരു വിഷയീഭവിക്കാതെ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള വിത്ത് നമ്മുടെ നേരത്തെ ജോസ് ചാൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. നല്ല രീതിയിലുള്ള വിത്ത് ഉൽപ്പാദിപ്പിക്കണം. കുട്ടനാടിന് ആവശ്യമുള്ള വിത്തുകൾ കുട്ടനാട് തന്നെ ഉൽപ്പാദിപ്പിക്കണം. നമുക്ക് റാണി ചിത്ര കായലൊക്കെ ഉണ്ട്. അവിടെ തന്നെ നമ്മുടെ ഈ ആവശ്യമായ വിത്തുകൾ യഥാസമയം ഇത് ചെയ്ത് കർഷകർക്കൊക്കെ ലഭ്യമാകത്തക്കൊണ്ട് ചെയ്യുന്ന സംവിധാനം, അതിൻ്റെ ഒരു സംവിധാനം അച്ചായൻ ഇത് ആലോചിച്ച് ബഹുമാനപ്പെട്ട CM രസത്തിലേക്ക് കൊടുത്തിരിക്കുന്ന വിഷയം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സമഗ്രമായ ഇടപെടലിൽ കൂടെ നമുക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. കൊച്ചിടപെടലിൽ മതി, അതൊക്കെ വലിയ മാറ്റങ്ങൾ സാധിക്കും. ഗ്യാപ്പ്, ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ്, നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗത്തിന് ശേഷം അതിനായിട്ട് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് നമുക്ക് പ്രാവർത്തികമാക്കാം. നമ്മളുടെ സ്ലോ റിലീസ് ഫെർട്ടിലൈസർ, ഇപ്പോൾ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒരു പ്രശ്നം, ഇത് വെള്ളത്തിൽ കലങ്ങിയാൽ പെട്ടെന്ന് ഇതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത്. സ്ലോ റിലീസ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, ഇതൊരു കോട്ടൺ സംവിധാനങ്ങളുണ്ട്. അപ്പം അതിനെയൊക്കെ ഇത് വെച്ചാൽ നമ്മളൊരു ടൈം കാലഘട്ടത്തിൽ കൂടി അത് റിലീസ് ചെയ്യത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ളൊരു വലിയൊരു സാധ്യതയുണ്ട്. പിന്നെ നെല്ലുൽപാദനം വർദ്ധിക്കണം, സംഭരണം വർദ്ധിപ്പിക്കണം, വിപണനം വർദ്ധിപ്പിക്കണം. നെല്ല് സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം നമുക്കില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ മില്ലുകളൊക്കെ ഇവരെ ചൂഷണം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റോറിങ്സ് ഉണ്ട്. കാരണം അവർക്കറിയാം നമുക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല, അവരെ മില്ലുകാരെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്കൊരു 10,000 ടൺ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ വലിയൊരു മാറ്റം തീർച്ചയായിട്ടും ഈ മേഖലയിലേക്ക് ഒരു ബാർഗൈനിങ് കപ്പാസിറ്റി നമുക്കാണ്. തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള ചിന്തകളും ആശയങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഇത് കൂടുതൽ കാലിക പ്രശ്നമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കുട്ടനാടിൻ്റെ ഒരു വലിയ സമഗ്രമായ മാറ്റത്തിന് ഇത് വിഷയീഭവിക്കട്ടെ. തീർച്ചയായിട്ടും വലിയൊരു ഒരു കാൽവയ്പ് തന്നെയാണ്. ഒരു ഏജൻസികളും നടത്താത്തൊരു കാൽവയ്പ്പാണ് തീർച്ചയായിട്ടും നടത്തിയിരിക്കുന്നത്. MS സ്വാമിനാഥൻ കമ്മീഷൻ ഒരുപക്ഷെ അതിനുശേഷം ഇങ്ങനെ ഒരു സമഗ്രമായ ചിന്തയും കാര്യങ്ങളൊക്കെ നടന്നൊരു വേദി തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല. അതിന് ഇത് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതോടൊപ്പം ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ചതിൻ്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം.